ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് AMR ഗോ ഫ്രഷിൻ്റെ ഇഡ്ലി ദോശ ബാറ്റർ ആണ് കേട്ടോ. എന്താകും എങ്ങനെ ആകുമെന്ന് ഒരു ഐഡിയ ഇല്ല, ബിക്കോസ് ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇത് വാങ്ങുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് വായിക്കാണ്ട് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ? യെസ്, ആ ഒരു പണി എനിക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഒക്കെ ഞാൻ വഴിയെ ഈ ഒരു പാക്കിന്റെ ടോപ്പിൽ കണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഭാഗം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു സിബ് ലോക്ക് വരുന്നുണ്ട്, സിബർ പാക്ക് കണ്ടോ. ഈ ഒരു പാക്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി വരുന്നത് 1 kg ആണ് കേട്ടോ. ഒറ്റ ടൈമിൽ തന്നെ 1 kg ഒന്നും ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററി എടുത്തതിന് ശേഷം അത് ലോക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് പിന്നീട് അത് യൂസ് ചെയ്യാൻ വേണ്ടി. റിമൂവ് ദ ബാറ്റർ ഫ്രം ദ റെഫ്രിജറേറ്റർ അറ്റ്ലീസ്റ്റ് 1 hour ബിഫോർ പ്രിപ്പയറിംഗ് ഇഡ്ലീസ് ഓർ ദോശ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇഡ്ലിക്കും ദോശക്കും ഈ ഒരൊറ്റ മാവ് തന്നെയാണ് കേട്ടോ വരുന്നത്. ദോശ കാണുന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് ലൂസ് കോൺസിസ്റ്റൻസി ആക്കി കൊടുക്കണം. നിങ്ങൾ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ ആദ്യം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാനിൽ വന്നിട്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഫസ്റ്റിലത്തെ റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അണ്ടർ ഫ്ലോപ്പ് ആയിരുന്നു, അകപ്പാടം മുഞ്ചി പോയി. പിന്നെ ഇതിൻ്റെ വേവും കാര്യങ്ങളും എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കണുണ്ടായിരുന്നു കേട്ടോ. ഞാനുണ്ടല്ലോ ഉപ്പിടാൻ മറന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കേണ്ട എന്നുള്ളത് സംഭവം ഇതാണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആഡ് സോൾട്ട് ബിഫോർ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് വായിക്കാൻ വിട്ടുപോയിട്ട് ഞാൻ വിചാരിച്ചു ഈ ബാറ്ററിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടാക്കുക എന്ന് വിചാരിച്ചു. ഫസ്റ്റിലെ ദോശ ഉണ്ടാക്കി അത് കഴിച്ചു നോക്കുന്ന സമയത്താണത് ഈ ഒരു ടൈമിലാണ് നമ്മളതിൽ ഉപ്പില്ല എന്ന് മനസ്സിലാവും. ആദ്യത്തേത് ഫ്ലോപ്പ് ആയതിനെ കൊണ്ട് തന്നെ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് പാനിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓവർ പുളിപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ദോശ നമ്മൾ ചുടുന്നതിന്റെ തൊട്ട് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഷ് കറിയാണ്. ഉമ്മാന്റെ റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഗ്രേവി കാര്യങ്ങളൊക്കെ. എനിക്ക് പിന്നെ ഫിഷ് അങ്ങനെ ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഞാൻ തലേ ദിവസത്തെ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഈ ഇഡ്ലി ദോശ ബാറ്റർ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ബാദ്ഷാ.